വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ കമ്മീഷനിങ് കഴിഞ്ഞെങ്കിലും വിവാദം അവസാനിക്കുന്നില്ല. പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുക്കാൻ ബിജെപിക്ക് എന്ത് അവകാശമെന്ന് ചോദിച്ച സിപിഎം മുഖപത്രമായ ദേശാഭിമാനി ബിജെപി അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പിൻവാതിലൂടെയാണ് ഉദ്ഘാടന വേദിയിൽ ഇരിപ്പിടം തരപ്പെടുത്തിയതെന്നും വിമർശിച്ചു. പിണറായി സർക്കാർ 9 വർഷം ചിട്ടയോടെ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് തന്നെയാണ് വിഴിഞ്ഞം പദ്ധതിയുടെ പൂർണ്ണ ക്രെഡിറ്റെന്നും മുഖപ്രസംഗത്തിലുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് മന്ത്രാലയം നൽകിയ പരസ്യത്തിൽ പ്രധാനമന്ത്രിക്ക് പുറമെ മുഖ്യമന്ത്രിയുടെ ചിത്രവുമുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗിച്ച നേതാക്കൾ ഉമ്മൻചാണ്ടിയുടെ പേര് പരാമർശിക്കാത്തതിനെ വിമർശിച്ച ശശി തരൂർ പ്രസംഗിക്കാൻ തനിക്ക് അവസരം ലഭിച്ചില്ലെന്നും പ്രതികരിച്ചു. വിനോദ് ചെയ്തു. വിനോദ്, വിഴിഞ്ഞത്ത് വിവാദം അവസാനിപ്പിക്കില്ല. ബിജെപിക്കെതിരെ ദേശാഭിമാനിയിൽ ലേഖനം. വിഴിഞ്ഞം പദ്ധതിയുടെ യഥാർത്ഥ അവകാശി അത് ഇടതു സർക്കാർ തന്നെ എന്നതാണ് ദേശാഭിമാനി ലേഖനത്തിൽ അവകാശപ്പെടുന്നത്. ഒപ്പം രാജീവ് ചന്ദ്രശേഖർ വേദിയിലെത്തിയതിനെയും രൂക്ഷമായ ഭാഷയിൽ ദേശാഭിമാനിയുടെ വിമർശനം ഉന്നയിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന് ശേഷം വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. വിവാദങ്ങൾ പുതിയ തലങ്ങളിലേക്ക് കടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതിന് കാരണം ദേശാഭിമാനി ഇന്നലെ രാജീവ് ചന്ദ്രശേഖർ വേദിയിലെത്തിയതുമായി ബന്ധപ്പെട്ടാണ് ദേശാഭിമാനിയുടെ പ്രധാന വിമർശനം. രാജീവ് ചന്ദ്രശേഖർ പിൻവാതിലൂടെയാണ് ഈ വേദിയിലെത്തിയതെന്ന വിമർശനം ദേശാഭിമാനി ഉന്നയിക്കുന്നത്. അതിനൊപ്പം വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് പൂർണ്ണമായും ഇടതു സർക്കാരിനെന്ന വാദവും ദേശാഭിമാനി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലത്തെ പ്രസംഗവും സൂചിപ്പിച്ചത് അതുതന്നെയാണ്. ഈ അവകാശവാദത്തിനുള്ള തർക്കങ്ങൾ കൂടുതൽ വരും ദിവസങ്ങൾ രൂക്ഷമാകും. കാരണം വിഴിഞ്ഞം തുറമുഖം രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായി വളരുമെന്നതിന്റെ സൂചനയാണ് ഇന്നലെ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളിലുമൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും തുടർന്നുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ ഇടതുമുന്നണിയുടെ പ്രധാന പ്രചരണ വിഷയമായി കൂടി വിഴിഞ്ഞം തുറമുഖം മാറും. അങ്ങനെ വരുമ്പോൾ അത് വിട്ടുകൊടുക്കാൻ UDF-ഉം BJP-യും തയ്യാറാകില്ല. അതുകൊണ്ടാണ് ഇത്രയധികം അവകാശവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഉമ്മൻചാണ്ടിയെ തമസ്കരിച്ചു, ഉമ്മൻചാണ്ടിയുടെ പങ്ക് തമസ്കരിച്ചു എന്ന വികാരം കോൺഗ്രസിൽ കൂടുതൽ ശക്തമാവുകയാണ്. ശശി തരൂർ ഇന്നലെ ഈ വേദി പങ്കിട്ട പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും വേദി പങ്കിട്ടയാളാണ്. പക്ഷേ പ്രോട്ടോകോൾ അനുസരിച്ച് അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരമുണ്ടായതില്ല. സംസാരിക്കാൻ തനിക്ക് അവസരം ലഭിച്ചുവെന്നെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ പങ്കിനെ പറ്റി പരാമർശിച്ചേനെ എന്ന് ശശി തരൂർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യക്തമാക്കുന്നു. മാത്രമല്ല ഉമ്മൻചാണ്ടി പേര് പരാമർശിക്കാത്തവർക്കെതിരെ അപലപിക്കുകയും ചെയ്തിട്ടുണ്ട് ശശി തരൂർ. വരും ദിവസങ്ങളിലും വിഴിഞ്ഞത്തിന്റെ ഈ ഉദ്ഘാടന ചടങ്ങും ഇതിന്റെ ക്രെഡിറ്റ് ആർക്കുന്ന തർക്കവും സജീവമായി തെരഞ്ഞെടുക്കും. അത് വലിയ തർക്കമായി മാറുകയാണ്. അരുൺ സൂചിപ്പിച്ചതുപോലെ വിഴിഞ്ഞം പദ്ധതി അതിൻ്റെ അവകാശവാദം വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വലിയ ചർച്ചയാകുമെന്ന് ഉറപ്പാണ്. സംസ്ഥാനത്ത് ഒരുപക്ഷേ ഈ കാലയളവിൽ പൂർത്തീകരിച്ച ഏറ്റവും വലിയ വികസന പദ്ധതി എന്ന തരത്തിൽ വിഴിഞ്ഞം ഹൈലൈറ്റ് ചെയ്യപ്പെടുമെന്ന് ഉറപ്പാണല്ലോ. ഇടതു സർക്കാരിനെ സംബന്ധിച്ച് കേരളയിൽ പോലെയുള്ള വലിയ പദ്ധതികൾ മുന്നിൽ കണ്ടെങ്കിൽ കൂടിയും അതിനപ്പുറം വിഴിഞ്ഞം ഒരു സാധ്യതയായി അവർക്ക് ഉയർത്തിക്കാട്ടാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ദേശാഭിമാനിയുടെ ലേഖനത്തിൽ തന്നെ ഇനി അങ്ങോട്ടേക്ക് CPM ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ പോകുന്ന നിലപാട് എന്തായിരിക്കും, ഇതിൽ എന്ത് പ്രചരണമാണ് CPM നേതാക്കളൊക്കെ നടത്താൻ പോകുന്നത് എന്ന സൂചന കൂടി മുഖപത്രത്തിൽ ഉൾപ്പെടുത്തുകയല്ലേ? തീർച്ചയായിട്ടും പ്രതിപക്ഷം ഈ കേരളയിൽ പോലുള്ള സിൽവർ ലൈൻ പോലുള്ള വലിയ പദ്ധതികളുമായി സർക്കാർ വരുമ്പോൾ പ്രതിപക്ഷം ചോദിച്ചത് പ്രഖ്യാപിച്ച പദ്ധതികൾ എന്തായി, ഇവിടെ പുരോഗമിക്കുന്ന പദ്ധതികൾ എന്തായി, വിഴിഞ്ഞം എന്തായി, അതെല്ലാം പാതി വഴി ഇട്ടിട്ടാണോ പുതിയ ജനങ്ങളെ തൊഴിക്കാൻ വേണ്ടി കേരളയിൽ ഉൾപ്പെടെ പദ്ധതികൾ മുന്നോട്ട് പോകുന്ന വിമർശനം പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നു. അതിനുള്ള മറുപടിയായി കൂടി മാറുകയാണ് ഇപ്പോൾ സർക്കാർ ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായി എന്ന വസ്തുത ഉയർത്തിക്കാട്ടുമ്പോൾ വിഴിഞ്ഞം യാഥാർത്ഥ്യമായി അടുത്ത 2 ഘട്ടങ്ങൾ 2045 പൂർത്തീകരിക്കേണ്ട സമ്പൂർണ്ണ തുറമുഖ നിർമ്മാണം എന്നത് 2028 അതായത് 3 വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കുമെന്ന പ്രഖ്യാപനമാണ് സർക്കാർ നടത്തുന്നത്. ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തികളും അത് ലക്ഷ്യമിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവൃത്തികൾ ബാക്കിയുണ്ട് എന്നുള്ളത്
വസ്തുതയാണ്. എങ്കിൽ പോലും വിഴിഞ്ഞം എന്തായി എന്ന ചോദ്യത്തിനുള്ള മറുപടിയായി ഇത് മാറുമ്പോൾ അങ്ങനെ വെറുതെയൊന്നും വിഴിഞ്ഞം ഉദ്ഘാടനം ചെയ്ത് പോകാനല്ല സർക്കാർ ലക്ഷ്യമിട്ടത്. ഇതിന്റെ കൃത്യമായ നിരീക്ഷണം മുഖ്യമന്ത്രി നേരിട്ടാണ് നടത്തിയത് വിഴിഞ്ഞം പദ്ധതിയുടെ. അത് രണ്ട് കാര്യങ്ങളാകും ഒരുപക്ഷെ വരാൻ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വോട്ട് നേടാനായി ഉയർത്തിക്കാട്ടുക. ഒന്ന് വിഴിഞ്ഞം തുറമുഖമാകും, മറ്റൊന്ന് ഈ ദേശീയപാത വികസനമാകും. ഈ രണ്ട് കാര്യങ്ങളിലും പ്രത്യേക താല്പര്യമാണ് മുഖ്യമന്ത്രി എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് വോട്ടായി കൂടി മാറണം, ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. അതിനനുസരിച്ചുള്ള പ്രചരണ പരിപാടികളിലേക്ക് കടക്കുകയാണ് സർക്കാർ മാത്രമല്ല അതിനൊപ്പം ഇടതുമുന്നണി ഒന്നാകെ ഉണ്ടാകും. അതുകൊണ്ടാണ് ഈ വിഴിഞ്ഞം വിഷയത്തിൽ ഒരു തരത്തിലും മറ്റാർക്കും അതിന്റെ ക്രെഡിറ്റ് നേട്ടം വിട്ടുകൊടുക്കാതിരിക്കാനുള്ള സൂക്ഷ്മത ഇടതു മുന്നണിയും CPM ഒക്കെ കാണിക്കുന്നത്. സജിത് സൂചിപ്പിച്ച പോലെ തന്നെ വരും ദിവസങ്ങളിലും അത് കൂടുതൽ ചർച്ചയാക്കി മാറ്റും. CPM-ന്റെ മുന്നണി പ്രധാന നേതാക്കൾ അതൊരു അവകാശവാദമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ജനങ്ങളെ അക്കാര്യം ബോധ്യപ്പെടുത്തണം. ഉമ്മൻചാണ്ടി സർക്കാർ എന്താണ് ചെയ്തത്, അതിനു മുമ്പുള്ള സർക്കാരുകൾ എന്ത് ചെയ്തു, എങ്ങനെയാണ് ഈ പ്രതിസന്ധികളെയൊക്കെ പിണറായി സർക്കാർ അതിജീവിച്ചത്, എന്തുകൊണ്ട് നേരത്തെ ഉമ്മൻചാണ്ടിയുടെ കരാറിനെ ഈ ഇടതുമുന്നണി CPM അന്ന് എതിർത്തു, ഒരു ഘട്ടത്തിലും വിഴിഞ്ഞം തുറമുഖത്തിനെതിരായ നിലപാടുകൾ സ്വീകരിച്ചിട്ടില്ല എന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് CPM-ഉം ഇടതു നേതൃത്വവും. അതുകൊണ്ട് തന്നെ അവർ ആ പ്രചരണവുമായി മുന്നോട്ട് പോകും. ഏത് വിധേനയും അതിനെ പ്രതിരോധിക്കണം. അവിടെ ഉമ്മൻചാണ്ടി എന്ന മുൻ മുഖ്യമന്ത്രിയുടെ പങ്ക് വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ ആ കരാറിൽ ഒപ്പിട്ടത് വരെയുള്ള ഉമ്മൻചാണ്ടിയുടെ പങ്കിനെ കുറിച്ചുകൂടി പരാമർശിക്കാതെ പോകുന്നത് രാഷ്ട്രീയ മാന്യതയല്ല എന്ന പ്രചരണമാണ് UDF കേന്ദ്രങ്ങൾ നടത്തുന്നത്. ജനങ്ങളെയും അക്കാര്യം ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിക്കും. അങ്ങനെ വിഴിഞ്ഞം ഇടത് വലത് മുന്നണികളുടെ വലിയ പ്രചരണ വിഷയം മാറും. അവിടെ BJP-യും വിട്ടുകൊടുക്കില്ല. കാരണം കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ കീഴിലാണ് തുറമുഖം വരുന്നത്. സംസ്ഥാന തുറമുഖമാണെങ്കിൽ പോലും ആ രീതിയിൽ കേന്ദ്രവും അവകാശവാദവുമായി രംഗത്തുണ്ടാകും. നമ്മൾ പ്രധാനമന്ത്രി വരുന്നതിന് മുമ്പ് തന്നെ നഗരത്തിൽ മുഴുവൻ കണ്ടതാണ്. ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രിയും വിഴിഞ്ഞത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളെ കുറിച്ച് എടുത്തു പറഞ്ഞു. എങ്ങനെയാണ് വിഴിഞ്ഞത്തെ കേന്ദ്രം നോക്കിക്കാണുന്നത്, എത്രത്തോളം പ്രതീക്ഷയോടെയാണ് കേന്ദ്രം കാണുന്നത് എന്നുകൂടി വ്യക്തമാക്കുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ ഇന്നലത്തെ പ്രസംഗം. അതുകൊണ്ട് തന്നെ വിഴിഞ്ഞത്തിന്റെ അവകാശവാദത്തിന് വേണ്ടി, അതിന്റെ ക്രെഡിറ്റിന് വേണ്ടി മൂന്ന് മുന്നണികളും മത്സരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അരുണ, ഒരു കാര്യം കൂടി, ഈ രാജീവ് ചന്ദ്രശേഖരന്റെ ഇന്നലത്തെ പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് CPM-നെ കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് BJP-യുമായി ഒന്നിച്ചു ചേർന്നു. സർക്കാരിന്റെ വാർഷികം BJP-യും സർക്കാരും ഒന്നിച്ച് ആഘോഷിക്കുന്നു എന്നുപോലെയുള്ള കടുത്ത പരാമർശം പോലുമുണ്ട്. അതുകൂടി മുന്നിൽ കണ്ട് ദേശാഭിമാനി ലേഖനത്തിൽ രാജീവ് ചന്ദ്രശേഖർ പിൻവാതിലൂടെ കടന്നു കയറി എന്ന വിമർശനം ഉന്നയിക്കുന്നുണ്ട്. അതായത് ഒത്തുകളി എന്ന ആക്ഷേപത്തെ കൂടി ചെറുക്കുക, അതും കൂടെ CPM നടത്തേണ്ടി വരും. തീർച്ചയായിട്ടും പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിയെന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷം പറഞ്ഞതാണ് രാജീവ് ചന്ദ്രശേഖരനെ ഉൾപ്പെടുത്തി. മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് അത്തരത്തിൽ പട്ടിക നൽകിയത്. പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കി രാജീവ് ചന്ദ്രശേഖർ നെ ഉൾപ്പെടുത്തി. അങ്ങനെ പട്ടിക നൽകിയത് തന്നെ BJP-യും CPM-യുമായുള്ള ഒത്തുകളുടെ ഭാഗമെന്ന ആരോപണമാണ് കോൺഗ്രസ് നേതൃത്വം വ്യാപകമായി ഉന്നയിച്ചത്. പക്ഷേ ആ വേദിയിൽ പ്രതിപക്ഷ നേതാവ് ഇരിപ്പിൽ വന്നതോടുകൂടി ആരോപണത്തിന്റെ മുന ഒടിഞ്ഞു. അപ്പോഴും CPM ഒരു കാര്യം അവസരം കൊടുക്കുക. അതുകൊണ്ടാണ് ഇന്നലെ MV ഗോവിന്ദനും മുഹമ്മദ് റിയാസും ഒക്കെ ഈ വിഷയം ചൂണ്ടിക്കാട്ടി കടുത്ത വിമർശനങ്ങൾക്ക് തയ്യാറായത്. പ്രധാനമന്ത്രിയുടെ ഓഫീസിനും ഈ പ്രോട്ടോകോളിനുമെതിരേക്ക് കടുത്ത വിമർശനം ഉന്നയിച്ചത് അത് മുന്നിൽ കണ്ടാണ്. അതും സജീവമായി തന്നെ നിലനിൽക്കുകയാണ് ഇപ്പോൾ ചർച്ചകളിൽ. യെസ്, അതാണ് വിഴിഞ്ഞം സാഹചര്യത്തിൽ സംഭവിക്കുന്നത്. എന്തായാലും വിഴിഞ്ഞം വിഷയത്തിൽ ദേശാഭിമാനി ലേഖനത്തിലൂടെ കൃത്യമായ 2 രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ പദ്ധതിയുടെ പൂർണ്ണ അവകാശവാദി ഇടതുമുന്നണി തന്നെ, പിണറായി വിജയൻ്റെ നിലപാടുകൾ തന്നെ എന്നത് ഇനിയുള്ള രാഷ്ട്രീയ നീക്കം കൂടിയായി CPM മാറ്റുകയാണ്. വരുന്ന വേദികളിലൊക്കെ അത് ഉന്നയിക്കപ്പെടാം. പ്രത്യേകിച്ച് സർക്കാരിൻ്റെ വാർഷിക പരിപാടികളിലൊക്കെ വിഴിഞ്ഞം ഒരു പ്രധാനപ്പെട്ട വിഷയമായി മാറുകയും ചെയ്യും. അതേസമയം അവകാശവാദവുമായി ഇരു മുന്നണികളും, മറ്റ് 2 മുന്നണികളും BJP-യും UDF-ഉം രംഗത്തുണ്ട് താനും.